ഫ്രണ്ട്സ്, നമ്മൾ പള്ളിയിൽ പോയി കുർബാന കൂടി. രണ്ട് കുർബാന കൂടി വെച്ചിട്ടുണ്ട്. രണ്ട് കുർബാനയും കൂടി കഴിഞ്ഞ്, അതായത് ഒരു കുർബാന കഴിഞ്ഞപ്പം അടുത്ത കുർബാനയ്ക്ക് ഓൾട്ടർ ബോയ് ഇട്ട് കയറാൻ ആരുമില്ല. അപ്പോൾ കപ്പേറ്റാട്ടിനോട് ചോദിച്ചു കയറുന്നോന്ന് ചോദിച്ചു. ആരുമില്ല, കയറാമെന്ന് ചോദിച്ചു. രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ തൂക്കുറ്റിയായിരുന്നു. സോ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള കുർബാനയ്ക്ക് ഞാൻ അവിടുത്തെ ആരും ഇല്ലാത്തതുകൊണ്ട് കയറിയേക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ചെന്നു. ഒരു ഓട്ടോ വരുന്നുണ്ട് കറക്റ്റാണ്. ആൾക്കാരുടെ ഓർക്കും എനിക്ക് വട്ടാന്ന്. ആരാണ് ഓർക്ക? ഒരു കൊച്ചിറങ്ങമില്ല, പോകുന്നത് കൊച്ചിറക്കം മുറവ്. അങ്ങനെ രണ്ട് കുർബാനയും കഴിഞ്ഞ് ഞാനിപ്പോൾ രണ്ട് കുർബാനയും കൂടി. അതുകൊണ്ട് ഇന്ന് ക്ലാസ് കൂടാൻ പറ്റിയില്ല. ക്ലാസ്സിന് സമയത്തുള്ളൊരു കുർബാന ഞാൻ കൂടിയത്. ആ കുർബാന കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ബൊലേറോ അത് കഴിഞ്ഞ് ആ വണ്ടിയും കൂടിയിട്ട് രണ്ട് കുർബാന കൂടി. മറ്റേ കുർബാനയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു കേസ്. ഒറ്റയ്ക്കൊരു കുർബാനയ്ക്കും കൂടിയിട്ട് ഇപ്പോൾ ഞാൻ വന്നു, വീട്ടിൽ വന്നു. അല്ല, അത് കഴിഞ്ഞ് ഞാൻ വന്നു. ഇന്ന് യുവദീപ്തിയുടെ മീറ്റിംഗ് ഇല്ലായിരുന്നു, അച്ഛൻ വന്നില്ല. അച്ഛന് വേറെ എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വെയിലത്ത് വന്ന് കാഴ്ച കുത്തിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പതുക്കെ നടന്നൊക്കെ വരുമ്പോൾ സമയം എടുക്കുമല്ലോ. അപ്പോൾ സമയത്തിൻ്റെ ചിലവുണ്ട്. ഒരു സാറ പോകുന്നു. എനിക്ക് വട്ടാന്ന് ഓർക്കരുത്. ചേട്ടാ. മമ്മൂട്ടി അവിടെ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തിരിഞ്ഞില്ല. ചുമ്മാ സമയം കണ്ടോ? സമയം ഇപ്പോൾ 9:34. 9:34 ആയതേ ഉള്ളൂ. അല്ല സോറി, 11:34. രാവിലെ പോയതാണ്. മമ്മജി ചെരുപ്പ്, ജസ്മോൻ്റെ ചെരുപ്പ്, ജസ്മോൻ്റെ ഷർട്ട്. ഹായ് ഫ്രണ്ട്സ്. റോസമ്മ ഹായ് പറ. റോസമ്മ ഹായ്. റോസമ്മ ഹായ് പറഞ്ഞു. ഹായ് പറ ചേട്ടായി. ചേട്ടായി ഇലിഗട്രീഷ്യനാണ് കേസ്. പുതിയത് കേസ്. ഞങ്ങൾ പുതിയ ലൈറ്റ് മേടിച്ചിരിക്കുകയാണ്. റിച്ച് കേസ്. പിന്നെ ഒരു മെയിൻ തയ്യൽക്കാരി ഇവിടെ ഉണ്ട്. ആളുടെ വിചാരം വലിയ തയ്യൽക്കാരിയാണെന്നാണ്. റിലയൻസിന് തുണി എടുക്കുക എന്നാണുള്ള വിചാരം. ആ ഗമയിലാണ് ഇരിക്കുന്നതൊക്കെ. തയ്ക്കുന്നുണ്ട്. ജാബാന്റെ കാലത്തുള്ള ഒരു മെഷീനൊക്കെ തയ്ക്കുന്നു. പറയാം, എന്താ തയ്ക്കുന്നത്? തയ്ക്കുന്നത് എന്താന്ന് പറയാം. തള്ളു കേട്ടോളൂ. പറഞ്ഞോളൂ. ആർക്ക് വേണ്ടി തയ്ക്കുന്ന? ആർക്ക് വേണ്ടി തയ്ക്കുന്ന? ആർക്ക് വേണ്ടിയാ? സ്വയമേ തയ്ക്കത്തുള്ളൂ കേസ്. പുറത്തു കൊടുത്ത അടി കിട്ടും. പറയാമേ? പറ, വേറെ പറ. ഇതിനെപ്പറ്റി വിശേഷം. ഇത് ആർക്കാ? ഇത് കണ്ടോ ഈ കളറ്? പാന്റ് തയ്ച്ചെന്ന് പറ. പാന്റ് നല്ലതായിരുന്നു. അയച്ചു കൊടുക്കാനാണോ? ഇല്ലെന്നേ, എന്നാത്തിനാ പിന്നെ? നമ്മള് യൂട്യൂബിൽ ഇടാനാ. പിന്നെ യൂട്യൂബിൽ കേട്ടോ. വെയിലടിച്ച് മൊത്തം സീനാണ്. ഇലക്ട്രീഷ്യനാണ് വിചാരം. എന്തോ ചെയ്യുന്നുണ്ട്. എല്ലാം വിചാര. നിനക്ക് മാത്രം ഒരു വിചാരവും ഇല്ല. ഐ ആം പെർഫെക്റ്റ് ഗൈസ്. കഴിക്കണ്ട ഗൈസ്. ഇത് കത്തുന്നില്ല ഗൈസ്. അടിച്ചു പോയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ സംരംഭം സ്വിച്ച് ഓൺ ആക്കാതെ കത്തത്തില്ല. മണ്ടനാണ് ഗൈസ്, മണ്ടനാണ് ജന്മന. എങ്ങനെ പക്ഷേ കത്തുന്നില്ല ഗൈസ്? ഇന്ന് നമ്മൾ ലൈറ്റ് കത്തുന്ന കാണും. ഒന്ന് കത്തിക്കടോ. അങ്ങനെ കത്തുന്നില്ല. അതിന്റെ പ്രശ്നം. ബ്രദർ വീട്ടിൽ പോവാ. വലിയ ഇലക്ട്രീഷ്യൻ വരുമ്പം ചോദിക്കാം. എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. കത്തിയോ? ഡി സി ആണ് ഇത്. നമ്മുടെ ഷമ്മി ഗൈസ്. ചേട്ടായി നമ്മുടെ ഈ സക്സസ്ഫുൾ പാതി അടിച്ചു പോയി ഗൈസ്. ഞാൻ ഇവിടെ യൂട്യൂബ് വ്ളോഗ് എടുക്കും. ഇതുകൊണ്ട് പകുതി കത്തുന്നില്ല ഗൈസ്. പറ്റിക്കപ്പെട്ടു. ഇത് പഴയതാ. അവിടെ ഒരു വളഞ്ഞ സ്കെയിൽ ഗൈസ്, കാശ് കൊടുത്ത് വളഞ്ഞ സ്കെയിൽ മേടിക്കുന്നവരെ കണ്ടോണ്ടോ ഞാൻ കാണിച്ചു തരാം.
ഒടിഞ്ഞ തടിയുടെ സ്കെയിൽ കൊടുത്ത സ്കെയിലാണ് കേസ്. കാശ് കൊടുത്ത് മേടിച്ച സ്കെയിലാണ്. അന്ന് നേരെയുള്ള സ്കെയിൽ മേടിക്കത്തില്ല. ഞാൻ മണ്ടിയല്ലേ കാശ് കൊടുത്ത്. ഓ ഗൈസ് സിൻസി ആർക്കാ അത് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ എടുത്ത. ആർക്ക് വേണ്ടി? ഒരാൾ എന്നെ റിക്വസ്റ്റ് ചെയ്തു. ആരാ പറയടോ? ഒരു ആള് പറ. എടാ എവിടുന്നാ പറ ചേട്ടാ. എവിടുന്നാന്നോ? അത് മേടിച്ചതാ. അത് മനസ്സിലായി. ആർക്കാ? എൻ്റെ ഒരു സുഹൃത്ത്. എൻ്റെ പൊന്നിയായിട്ടേ പറയാം. തനിക്ക് അതിന് ഏത് സുഹൃത്താവുള്ളത്? സുഹൃത്തില്ലേ? ഇമോഷണൽ ഡാമേജ്. പറ പറ പറ. കരടിച്ച് ഇവിടെ ഇവിടെ ഇല്ലില്ല. അയ്യോ ഈ അറ്റത്തായിരിക്കും. ആ അവിടെ നിന്നായിരിക്കും. ആ ഏതാണ്ട് ഇത് ഞെക്കി എന്നാ പറ്റും? ഇതായിട്ട് ലൈറ്റ് മാറും. അയ്യോ എനിക്കിട്ട് അടിച്ചൊന്നുമില്ല. ഇവരെ ആവശ്യമില്ലാതെ പിടിച്ചതാ. ചുമ്മാ ബൾബിനെ കയറി പിടിച്ച പിന്നെ ലൈവായിട്ട് ഷോക്ക് അടിച്ച്. ഇങ്ങനെ പേടിക്കല്ലടാ. എനിക്കാ ഷോക്ക് അടിച്ചു. പക്ഷേ അതൊക്കെ പേടി. കളിക്കാത്ത ഞാനാണ് ഇവിടെ സ്വിച്ച് ഓൺ ആയിരുന്നു. ഞാൻ ആ ബൾബെ പിടിച്ചിട്ടാ തന്നെ. കുത്തിയത് എനിക്ക് തന്നെ ഇവന് പിക്സലൊക്കെ എടുത്ത് കറണ്ടെ കുത്തിന്ന് അതൊന്നും കത്തുന്നില്ല. അത് മറ്റേ അഡാപ്റ്റർ ഇല്ലാതെ കുത്തി അടിച്ചു പോകും. അടിപൊളി. വെറുതെ അല്ല പിക്സൽ അത് അഡാപ്റ്റർ ഇല്ലാതെ കൊടുക്കരുത്. അതിന്റെ ഇടയ്ക്ക് തയ്ക്കുന്നു. ഇതുണ്ടോ സൂപ്പർ സാധനം. പക്ഷെ നമുക്ക് മേടിച്ചല്ല. ഇത് ആർക്ക് മേടിച്ചാ? എന്നാ ആർക്ക് മേടിച്ചാ? അത് ഓ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അത് എന്റെ ഫോണല്ലേ? പൈസക്കാര് നിങ്ങളിത് കൊണ്ടോണം. ഞാൻ കത്തിക്കാൻ പോവാ. ഇപ്പൊ കത്തിക്കാം. ജോസ് ആ കൊണ്ടുവന്ന പിക്സൽ എടുത്ത് കറണ്ടെ കുത്തിയോളാ. എടാ ആ എന്നാടി? ഹലോ ആര്? ഷൈനോ? ആ ഷൈൻ്റെ എന്താ പറഞ്ഞേ എന്ന് പറ. എന്തോ മമ്മൂട്ടി അത് പേരിയാണോ? അപ്പൊ ഇതെടുത്താരാ? ഷൈനാണോന്നൊക്കെ ചോദിച്ചോണ്ട് ഇതൊക്കെ എന്താ എന്തൊക്കെയാടി ഇങ്ങോട്ട് വിളിച്ചല്ലേ? വരണോ? അപ്പൊ ക്ലാസ് ഇല്ലേ? ചേച്ചിനെ ഫോണിൽ നിന്ന് ഷൈൻ വിളിച്ചു. നമുക്ക് ഷൈനെ തിരിച്ചു കൊടുക്കാം. അപ്പൊ അത് അതിനങ്ങനെ നെറ്റ്വർക്ക് ലൈമാർ കയറി കൊടുത്ത പരിപാടി ഉണ്ട് കേട്ടോ. എന്തോ സാരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷൈനെ വിളിക്കാം. ഞാനുണ്ടല്ലോടാ ഈ അഡാപ്റ്റർ ഇവിടെ 3 ലൈറ്റേ ഉള്ളതെന്ന് വിചാരിച്ചോണ്ടാ 3 മേടിച്ചത്. പക്ഷെ ഒരെണ്ണത്തെ 6 കൊടുക്കാൻ പറ്റത്തുള്ളൂ. മൊത്തം ഇപ്പൊ 9 എണ്ണായി. അല്ല 8 എണ്ണായി. ഫാമിലി കമ്പ്യൂട്ടർ സയൻസുകാരനല്ലേ ഒരു അഡാപ്റ്റർ ഉണ്ടാക്കുക. അതെ കമ്പ്യൂട്ടർ സയൻസിന്റെ അഡാപ്റ്ററാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്കല്ലേ? എത്ര മീറ്റർ? 35 മീറ്ററാണ് കേസ്. 35 മീറ്റർ. ജോസു ഇതെടുത്ത് കറണ്ടെ കുത്തി തങ്ങനെ അടിച്ചു പോയിട്ടുണ്ട്. ജോസു ഇതും പുതിയതാണോ? ആ വരുവാ. ചേച്ചിയൊക്കെ പള്ളി നമ്മളെ പള്ളി ചേച്ചിനെ കൂട്ടാൻ പോവാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ചേച്ചിനെ കൂട്ടാണോ? ഞാൻ എൻ്റെ യൂട്യൂബ് ഗൈസിനോട് എന്നാ അറിയും. അല്ല വേണ്ട ഗൈസ്, നമുക്ക് വീട്ടിൽ കഴിക്കാം. കണോ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന അമ്മ, കെയറിങ് ഇല്ലാത്ത ഡാഡ, സ്നേഹമില്ലാത്ത ചേട്ടൻ. എന്ത് എവിടെയാ? വയ്യാത്ത കുട്ടിയാണ് നമ്മൾ അംഗീകരിച്ചു കൊടുത്തല്ലേ മതിയാവും. കണ്ടോ ക്യാമറ കാണുമ്പോൾ ഇങ്ങനെയുള്ള ക്യാമറ കാണുമ്പോൾ പട്ടിഷമുള്ള എന്നെ പോലെ അല്ല ഗൈസ്. ഞാൻ ഭയങ്കര ജെന്യൂനാണ്. അല്ല ഞാൻ പെട്ടെന്ന് ചുമ്മാ അവിടെ നിന്ന് കടിച്ചപ്പം തുടങ്ങിയതാ. മുടി ചെയ്യാനെടുത്താ ചെയ്യാനല്ല, ഞാൻ മുടി ചെയ്യാൻ എടുത്താന്ന് പറഞ്ഞ.
ഇതിലെവിടെ ഓ അവരൊക്കെ വലിയ വലിയ ആൾക്കാരെ കട്ടറുള്ള വഴി വണ്ടി ഓടിക്കത്തില്ല ഗൈസ്. അതിലെ പോയാൽ മര്യാദയ്ക്ക് പെട്ടെന്ന് ചെല്ലാം. ഇതിലേക്ക് ഇറങ്ങിയേ പോകത്തുള്ളൂ, കട്ടറില്ലാത്ത വഴിയെ പോകാൻ വേണ്ടി. ഇവിടെയൊക്കെ ചൊറിയും, ഭയങ്കര വെയിലാണ്. ജസ്റ്റ് രാവിലെ എന്തും മഞ്ഞായിരുന്നു ഇവിടെ, ഭയങ്കര മഞ്ഞായിരുന്നു. ആ അമ്മ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കട്ടെ. കഴിക്കാൻ എന്നാ അമ്മേ, കഴിക്കാൻ എന്നാ പറ അമ്മേ. അസ് യൂഷ്വൽ കപ്പ എൻ്റെ മുളക് പൊട്ടി സെറ്റ്. ഇത് മാറ്റമില്ല ഇതിനൊന്നും. എല്ലാ ഞായറാഴ്ച ഇവിടെ കപ്പയാണ് ഗൈസ്. കപ്പ തിന്ന് മടുത്തു. എല്ലാ ദിവസവും കപ്പ. എന്താ ഇവിടെ പറയുന്നുണ്ട്. മൊത്തം ചൊറിയുന്നു വെയിലടിച്ചിട്ട്. വേറെന്താണ് പിന്നെ വേറെന്താ വിശേഷങ്ങൾ? പരീക്ഷയാണ്. പരീക്ഷ മൂഞ്ചിയിരിക്കുകയാണ്. പരീക്ഷ എന്നാ 2 പരീക്ഷ നമ്മൾ മൂഞ്ചി. കെമിസ്ട്രിയുടെ പരീക്ഷ അല്ല, ഒരു പരീക്ഷ നമ്മൾ മൂഞ്ചി. ഫിസിക്സിൻ്റെ പരീക്ഷ ഭയങ്കര പാടായിരുന്നു. ടഫായിരുന്നു. നമ്മൾ തോക്കത്തില്ല അല്ല, ദൈവം അനുഗ്രഹിച്ചാൽ ജയിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ 2 കുർബാനയ്ക്ക് കയറി. ഓരോ കുർബാനയ്ക്ക് ഒരു 18 മാർക്ക് വെച്ച് ഡബിൾ പാസ് കിട്ടട്ടെ നോക്കത്തിട്ട് ഞാൻ 2 കുർബാനയ്ക്ക് കയറി. അതും പിന്നെ എന്നായിരുന്നു അയ്യോ ആരാണ്ട് വരുന്നുണ്ട്. പിന്നെ കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കും, കുഴപ്പമില്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. യെസ് നിങ്ങൾ കണ്ടുവെന്ന് എനിക്കറിയത്തില്ല. ആരും അതിൽ പോയി. 12 മിനിറ്റായോ? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. പിന്നെ എന്നാ മാത്സിൻ്റെ പരീക്ഷയും പാടായിരുന്നു. പാടെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയെല്ലാം കുറേ തെറ്റിപ്പോയി. പിന്നെ ഇനി ബയോളജിയുടെ പരീക്ഷ പഠിക്കാൻ തുടങ്ങണം. നാളെയാണ് പരീക്ഷ. ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് സുവോളജിയും ബോട്ടണിയും ഉണ്ടല്ലോ, അറിയാലോ. അപ്പോൾ അത് 2 പഠിക്കണം. സുവോളജി എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ തലയിൽ കയറും. പക്ഷേ ബോട്ടണി എപ്പോഴും മാർക്ക് കുറവാണ്. പഠിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതെ പോവും. പരീക്ഷയ്ക്ക് മാർക്ക് കുറയും, പോരും. ഇപ്രാവശ്യം മാർക്ക് മേടിക്കണം വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം കൊണ്ട് മാർക്ക് മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. നന്നായിട്ട് പഠിക്കണ്ടേ. ഇന്നലെ ഒന്നും ഞാനിരുന്ന് പഠിച്ചില്ല, എൻ്റെ കടി. അതുകൊണ്ട് നാളെ തൊട്ടിരുന്ന് ഇന്നിരുന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കഴിച്ചിട്ട് പഠിക്കണം. ഒത്തിരി പഠിക്കാൻ നമ്മളെ പറ്റുന്ന പോലെ പഠിക്കും, എഴുതും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് മലയാളമാണ്. കുഴപ്പമില്ല, വായിച്ചിട്ട് എഴുതിയാൽ മതിയായിരിക്കും. ഇംഗ്ലീഷ് മാർക്ക് സാധാരണ കുറവാണ്. മലയാളം പിന്നെ കുഴപ്പമില്ല. കാരണം നമ്മൾ ഫുള്ള് ഗ്യാസാണ്. എന്നതാ അമ്മേ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് വർത്തമാനം പറയുകയല്ലേ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവർക്കൊന്നും ആരും എന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മളെ നമുക്ക് ബ്ലോഗൊക്കെ എടുക്കണമെന്ന്, പക്ഷെ നമുക്ക് എന്താ പറയുക സാഹചര്യമില്ല. ഈ റോസമ്മ പറ, എന്തെങ്കിലും പറയൂ. എന്നാ സുഖമല്ലേ? കണ്ടോ കേസ്, ചുമ്മാ വരിക ഇവിടെ കയറി കിടക്കുകയൊക്കെ. എന്നല്ലേ ചുമ്മാ വരിക കിടക്കുക. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നീ ഒന്ന് പോയി കഴിക്കാവോ? ഒച്ച വെക്കരുത്. എൻ്റെ 121 സബ്സ്ക്രൈബേഴ്സ്. നീ പോയി കഴിക്കാൻ പറഞ്ഞില്ലേ? 100 കൊടുക്കുന്നു. എടാ കൊച്ച പോയി കഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചിട്ട് കുത്തിയിട്ടാന്ന് പറഞ്ഞത്. ഓക്കെ ബൈ ബൈ ഗൈസ്. ബൈ ബൈ.